ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാർക്കോ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ദുർഗ മഞ്ജുവിനെയും സാഗറിനെയും കാണാനായിട്ട് മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. മേഘാദിൻ്റെ പ്ലാൻ പോലെ തന്നെ മഞ്ജുവിൻ്റെ വയറ്റിൽ വളർന്ന ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടാണ് ദുർഗ എന്ത് ചെയ്യുന്നത്, മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. മഞ്ജുവിനെ കണ്ട പാടന്നെ ദുർഗ ഭയങ്കര സ്നേഹത്തോടെ മഞ്ജുവിനോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കണ്ണനും മഹാലക്ഷ്മി എന്ത് ചെയ്തിട്ടുണ്ട്, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ട് അമ്മയ്ക്കെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മഞ്ജുവിനോട് പറയുന്നുണ്ട്. മഞ്ജുവിന് മനസ്സിലായിട്ടുണ്ട് എന്തായാലും എന്ത് ചെയ്തില്ല, അമ്മ ഒരിക്കലും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഈ ഒരു സ്നേഹമൊന്നും കാണിക്കില്ല. എന്തായാലും മാർക്കോ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു വരവ് തന്നെയായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, മഞ്ജുവിന് മനസ്സിലായിട്ടുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ മഞ്ജുവിനോടുള്ള ഈ ഒരു സ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നുണ്ട്. അപ്പോൾ ദുർഗ ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ ഒരു സമയമാണ് വളരെ കുഞ്ഞിന് പ്രധാനപ്പെട്ട സമയം. അപ്പോൾ എന്ത് ചെയ്യണം, മോൾ എന്ത് ചെയ്യണം, അമ്മയുടെ കൂടെ തന്നെ നിന്നു. അമ്മ എന്ത് ചെയ്യും, നല്ല രീതിയിൽ കുഞ്ഞിനെയും മോളെയൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ എതിർത്തൊന്നും പറയാതെ എല്ലാ കാര്യങ്ങളൊക്കെ തലയാട്ടുന്നുണ്ട്. കാരണം മഞ്ജുവിന് നല്ല രീതിക്ക് അറിയാം എന്തായാലും ഇപ്പം അമ്മയുടെ കൂടെ തന്നെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ അടവുകളും അവിടെ നിന്ന് ചെയ്യും. എന്നിട്ട് വെറുതെ എന്ത് ചെയ്യും, ഞാൻ അവിടെ നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ മഞ്ജുവിന് എന്തായാലും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മഞ്ജു എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും അമ്മേനോട് പറയുന്നില്ല. നാളെ രാവിലെ വീട്ടിലേക്ക് വരണം എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഓ അമ്മേ ഞാൻ വരാം, നാളെ എന്തായാലും വരാം എന്നുള്ള രീതിക്ക് പറഞ്ഞ് സമ്മതിച്ച് അമ്മേനെ വിടുന്നുണ്ട്. അമ്മേൻ്റെ മനസ്സിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ള ചിന്തകളാണ് ഫുള്ളായിട്ട് കടന്നു പോകുന്നത്. പക്ഷേ എന്ത് ഇവർ മനസ്സിലാക്കുന്നില്ല, ഇത് വെറും മാർക്കോയുടെ ഒരു കെട്ടുകഥയാണ്. മേഘാദിനെ വെറുതെ ഒന്ന് ഇളക്കാനുള്ള മാർക്കോയുടെ ഒരു തന്ത്രമായിരുന്നു എന്ന് ഇവരാരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ എല്ലാ പ്ലാനുകളായിട്ടും ഇതിൻ്റെ ദുർഗ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കാലുകൾക്ക് ചലനശേഷി കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് കണ്ണൻ എന്ത് ചെയ്യുന്നത്, മഹിയുമായിട്ട് മഹിയുടെ അയ്യപ്പനെ കാണാനായിട്ട് പോകുന്നത്. അയ്യപ്പനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അയ്യപ്പനുള്ളതുകൊണ്ടാണല്ലോ ഇത്രയും വേഗം ഇത് കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷിക്ക് തിരിച്ച് കിട്ടിയിട്ട് കണ്ണന് ഇതുപോലെ മഹിയുടെ കൂടെ നടക്കാനൊക്കെ പറ്റുന്നത്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നത്, അയ്യപ്പ സ്വാമീൻ്റെ അടുത്തേക്ക് പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവർ മനസ്സിലാക്കുന്നില്ല അവിടെ ഒരു ചതി ഇവർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അയ്യപ്പനെ കാണാനായിട്ട് പ്രതാപനും മുത്തശ്ശിയും വന്നിട്ടുണ്ട്. അപ്പം പ്രതാപനെയും മുത്തശ്ശിനെയും കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടിയ കാര്യം എല്ലാവരും അറിയും. അതുപോലെ തന്നെ അവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് കണ്ണൻ്റെ ഈ ഒരു ചലനശേഷി എന്ത് ചെയ്യും, തിരിച്ചില്ലാതാക്കുകയും ചെയ്യും. പ്രതാപനും മുത്തശ്ശിയും ആ ഒരു അമ്പലത്തിൽ വരുന്നത് തന്നെ മഹാലക്ഷ്മിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു അയ്യപ്പനെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് ആക്കിയിട്ട് എല്ലാ ആഗ്രഹങ്ങളും ഇവരെ നടക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ എന്ത് ചെയ്യുന്ന ഈ ഒരു അയ്യപ്പനെ കാണാനായിട്ട് വരുന്നത്. അയ്യപ്പനെ കാണാനായിട്ട് വരുന്ന സമയത്ത് പറയുന്നുണ്ട്, ഒരിക്കലും എന്ത് ചെയ്താൽ മഹാലക്ഷ്മിൻ്റെ അടുത്തേക്ക് അയ്യപ്പൻ പോകരുത്. നമ്മൾ പറയുന്നതൊക്കെ എന്ത് ചെയ്യണം, അയ്യപ്പൻ സാധിച്ചു തരണം. ഇനിയിപ്പോൾ നമ്മളുടെ കൂടെ നമ്മുടെ കരുണമ്മയുടെ കൂടെ മാത്രമായിരിക്കണം അയ്യപ്പൻ സ്വാമി ഉള്ളത്. മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ കുറച്ചെങ്കിലും ദൈവമൊക്കെ കേൾക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്. പ്രതാപനെയും മുത്തശ്ശിനെയും കണ്ടിട്ടുള്ള ഒരു മഹിയും കണ്ണനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.